ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് ചെയ്യണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാട്ടോ. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? അത് ഞാൻ 2 കല്യാണം കഴിച്ചു. നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ. ആരെങ്കിലും ഇപ്പൊ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല, സത്യം കൂടെ ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് നിങ്ങളിപ്പോ കേട്ടു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കല്യാണം ഒന്നും ഇവരറിയണതല്ല. ഇവര് ആദ്യം മുതൽക്ക് അതിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കല്യാണം നടത്തിയതോ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവളവിടെ കൊണ്ടുവച്ച് അവനെ കൈവശപ്പെടുത്തി അപ്പം ചെയ്തതാണ്. അല്ലാണ്ട് ഇവര് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നിയമപരമായിട്ട് ഇവര് കല്യാണം കഴിച്ചില്ലേ? നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക ചെയ്തല്ലോ, ജീവിച്ചിട്ടുണ്ട്. മോളില്ലേ ഉണ്ടാവും. അതാവും സമ്മതിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഒരു കല്യാണം 5 വർഷം ഒന്ന് കാത്തിരുന്ന പോലെ. അവനൊരു മനുഷ്യനല്ലേ, വിചാരമുള്ള മനുഷ്യനല്ലേ. അവനക്കൊരു തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല ഹലാലായി എല്ലാവരും ജയിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പൊ അതിന്റെ പേര് അവർക്ക് സൈകെട്ട പാവം ചെയ്തിട്ടുണ്ടാവും. മുസ്ലിം സമൂഹത്തിനെ കുറിച്ചിട്ട് ഒരു പുണ്ണാക്കും ഈ തന്തയ്ക്ക് അറിയില്ല എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമാണ്. കാരണം മുസ്ലിം സമൂഹത്തില് 4 കല്യാണം കഴിക്കാം, സമ്മതിച്ചു. പക്ഷേ ആദ്യ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട്. ഒന്നെങ്കിൽ അവളുടെ സമ്മതത്തോട് കൂടിയിട്ട് അവന് കല്യാണം കഴിക്കാം, ഇല്ല എങ്കിൽ അവളുടെ എല്ലാ ബാധ്യതകളും തീർത്തിട്ട് തൊലാക്ക് ചൊല്ലിയിട്ട് അവന് വേറെ കല്യാണം കഴിക്കാം. ഓക്കെ, എല്ലാ തെണ്ടിത്തരും ചെയ്യാം പുരുഷന് എന്നുള്ളത് ഒരു മുസ്ലിം ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ഒരു പെണ്ണ് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുമ്പോൾ അവൾ അഹങ്കാരിയാണ്, അവൾ തന്നിഷ്ടക്കാരിയാണ്, അവൾ വേശിയാണ് എന്ന് പറയുന്ന ചില സമൂഹമുണ്ട്. അവൾ അവക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അവൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും നിന്ന് അവളെ ഒരാൾ പരിഗണിക്കാതാവുമ്പോൾ അവൾ സംസാരിക്കാൻ ഇറങ്ങുമ്പോൾ അവൾ തന്നിഷ്ടക്കാരിയാണ് എന്ന് പറയുന്ന മുദ്ര കുത്തുന്ന ചില സമൂഹമുണ്ട്. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ വില എന്തെന്ന് അറിയുള്ളൂ. ഒരു പെണ്ണ് സഹിച്ചത് എന്തെന്ന് അറിയുള്ളൂ. ഓക്കെ, ഈ നിക്കാഹിന്റെ സമയത്ത് അവളുടെ വാപ്പ അവന് കൈ കൊടുക്കുമ്പോൾ എൻ്റെ മകളെ പൊന്നുപോലെ നോക്കണമെന്നാണ് പറയാ. അല്ലാതെ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അടിമപ്പണി ചെയ്തോ എന്ന് പറഞ്ഞിട്ടല്ല നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. അതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു പെണ്ണിന് എല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു പുരുഷൻ തയ്യാറാവണം. അതാണ് നിക്കാഹ്. അവളുടെ ഇഷ്ടങ്ങളും അവളുടെ സ്വപ്നങ്ങളും അവളെ പറക്കാൻ പഠിപ്പിക്കണം. എല്ലാം അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തണം എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഒരു പെണ്ണ് പഠിച്ച് ജോലി വാങ്ങി അല്ലെങ്കിൽ അവളൊരു ബിസിനസ് ചെയ്ത് ജീവിക്കുമ്പോൾ എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്ത് അവൾ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നും അവൾ ജോലിക്ക് പോകാൻ പാടില്ല എന്നും ഒരു മുസ്ലിം ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടില്ല. അവൾ വീട്ടിൽ തളച്ചിടന്ന് ഒരു മുസ്ലിം ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടില്ല. അവൾ അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവന്റെ മക്കളെ പ്രസവിച്ച് എല്ലാം കഴിയുമ്പോൾ ചില പുരുഷന്മാർക്ക് ഒരു ധാരണയുണ്ട്, മടുത്തു കഴിഞ്ഞാൽ ഇനി വേറെ നോക്കാം എന്നുള്ളത്. എടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാടോ അവര് ഇവര് വീട്ടിൽ കഷ്ടപ്പെടുന്നത്. അവര് ആട്ടും തുപ്പും മറ്റവും കേട്ട് സഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. അപ്പൊ നിങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ആ പെണ്ണിന്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? എവിടെ ചിന്തിക്കാൻ അല്ലേ? ടൈമില്ല, അവർക്ക് സമയമില്ല ചിന്തിക്കാൻ. അവർക്ക് തുണി മാറ്റുന്നത് പോലെയാണ് പെണ്ണുങ്ങൾ. ചില പുരുഷന്മാർക്ക് കുറച്ച് ടൈം കാലാവധി മാത്രമേ ഒരു പെണ്ണിന് കൊടുക്കാറുള്ളൂ. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷനും വേറൊരു സ്ത്രീയെ കണ്ടിട്ടുണ്ടെങ്കിൽ പോവില്ല, ഒരിക്കലും പോവില്ല. അത് 100% ഉറപ്പാ.